بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله أما بعد ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ ആലുന്നബി അഹ്ലുബൈത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ആല് അഹ്ലുബൈത്ത് എന്നൊക്കെ പറയുന്നതിന് പല മീനിങ്ങുകളുമുണ്ട്, പല അർത്ഥങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ ത്വങ്ങൾ പല വിധങ്ങളുമുണ്ട്, പല ഇനങ്ങളുമുണ്ട്. തങ്ങന്മാർ അഹ്ലുബൈത്ത്, അവര് അഹ്ലുബൈത്ത് എന്നുള്ള പ്രയോഗം പലർക്കും പറയുമെന്ന്, അതുപോലെ തന്നെ തങ്ങൾ എന്നുള്ള പ്രയോഗവും സയ്യിദ് എന്നുള്ള പ്രയോഗവും അതെല്ലാം ഖറാബത്ത് എന്നുള്ള പ്രയോഗമൊക്കെ എല്ലാ ഔലിയാക്കൾ അടക്കമുള്ള പലർക്കും പറയുമെന്നാണ് നാം സമർത്ഥിച്ചത്. വസാദ മുഹഖിഖൂന, നിപുണരായ ചില പണ്ഡിതന്മാർ അധികമായി പറഞ്ഞിട്ടുണ്ട്. അതായത് നാം മേലെ പറഞ്ഞ ഇനങ്ങൾ മൊത്തം നോക്കുമ്പോൾ അത് 3 ഇനാണ് അവിടെ പറഞ്ഞു വെച്ചത്. ഒന്ന് ബനു ഹാഷിം ബനു മുത്തലിബ് എന്ന് പറയുന്ന വിഭാഗം, 2 ഔലിയാക്കൾ, 3 ശരീഅത്തിന്റെ പണ്ഡിതന്മാർ. ഇങ്ങനെ 3 വിഭാഗമാണ് മൊത്തത്തിൽ മുകളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത്. 4ാമത്തെ ഒരു ആല്, മുത്തുനബിയുമായി ബന്ധമുള്ളവർ. ആ 4ാം വിഭാഗം ആരാണ്? സാദ് മുഹഖിഖൂന, നിപുണരായ ചില പണ്ഡിതന്മാർ കൂടുതലാക്കി പറഞ്ഞു നിസ്ബത്ത അസ്ലിൽ കമാലി സൂരി, അടിസ്ഥാനപരമായ ബാഹ്യമായ പരിപൂർണത. അടിസ്ഥാനപരമായ ബാഹ്യമായ പരിപൂർണത, ബാഹ്യമായ പരിപൂർണത അത് കേവലാർത്ഥത്തിലുള്ള പരിപൂർണത. അതാർക്കാ ഈ കേവലാർത്ഥത്തിലുള്ള പരിപൂർണത ഉള്ളത്? അത് എല്ലാ മുഅ്മിനീങ്ങൾക്കും കേവലാർത്ഥത്തിലുള്ള പരിപൂർണതയുണ്ട്, അടിസ്ഥാനപരമായ പരിപൂർണത. കാരണം ഈമാൻ ഇല്ലാത്തവർക്ക് ഒരു പരിപൂർണതയുമില്ല. അല്ലാഹുവിനെയും മുത്തുനബിയെയും വിശ്വസിക്കുക എന്ന് പറയുന്ന ആ ഈമാന് കൈവരിച്ച മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായ അല്ലെങ്കിൽ മൗലികമായ ഒരു പരിപൂർണതയുണ്ട്. അത് ബാഹ്യമായ പരിപൂർണതയാണ്. ആ പരിപൂർണത എന്ന് പറയുന്നതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ഒരു ബന്ധം തന്നെയാണ്. ആ അർത്ഥത്തിൽ എല്ലാ മുഅ്മിനീങ്ങളും ആലുൻ നബിയാണ്, മുത്തുനബിയുടെ ആലാണ്, മുത്തുനബിയുമായി ബന്ധമുള്ള കുടുംബാണ് എന്ന് പറയാം. അപ്പോ അതുകൊണ്ടാണ് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള എത്രയോ മഹാന്മാര് നമ്മൾ സാധാരണ സ്വലാത്ത് ചൊല്ലുവല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരി വ ആലിഹി. അങ്ങനെ സ്വലാത്തുകളിലൊക്കെ ഒരു ആല് എന്ന് പറയാറുണ്ട്. ഈ സ്വലാത്തുകളിൽ പറയുന്ന ആല്, ആ ആല് കൊണ്ട് ആരാണ് ഉദ്ദേശ്യം? അത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരിൽ നിന്ന് വരുന്നവരാണോ, അതോ ബനു ഹാഷിം ബനു മുത്തലിബ് ആണോ, അതോ ഔലിയാക്കളോ? ആരാണ് അത്? ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാര് ഒക്കെ പറഞ്ഞത്, പ്രഗൽഭരായ ചില ആളുകൾ പറഞ്ഞത് എല്ലാ മുഅ്മിനീങ്ങളുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ മുഅ്മിനീങ്ങൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് സ്വലാത്തുകളിൽ പറയപ്പെടുന്ന ആല്, ആ ആലിൽ എല്ലാ മുഅ്മിനീങ്ങളും പെടും. ആ എല്ലാ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞതിൽ ആദ്യമായി പെടുന്നവരാണ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു. അപ്പൊ വഅലാ ആലിഹി വസ്വഹബിഹി എന്ന് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്. ആലി എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്വഹബി എന്ന് പറയാറുണ്ട്. അത് ആലി എന്ന് പറഞ്ഞിട്ട് സ്വഹാബത്ത് പെടാത്തത് കൊണ്ടല്ല, സ്വഹാബത്തിന് ഒന്നും കൂടെ എടുത്തു പറയാണ്. അപ്പൊ അതാണ് ഈ 4ാമത്തെ വിഭാഗം. ലിയദ്ഖുല ഫിൽ ആലി, അപ്പോൾ ആലി എന്ന് പറഞ്ഞതിൽ പ്രവേശിക്കുന്നു കുല്ലു മുഅ്മിനിൻ, എല്ലാ വിശ്വാസിയും, വലൗ ദാഇസിയാൻ, അത് ദോഷിയാണെങ്കിൽ വരെയും. ദോഷിയായ മുഅ്മിനാണ് നമ്മളെ പോലത്തെ സാധുക്കൾ,
അപ്പൊ ദോഷികളായ മുഅ്മിനീങ്ങൾ വരെയും ആലുൻ നബി എന്ന് പറഞ്ഞതിൽ വഅല ആലിഹി എന്ന് പറഞ്ഞ ആലിൽ പെടുന്നുണ്ട് എന്ന് നിപുണരായ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വലിദാ സുമ്മിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൽ മുഅ്മിനീന. അങ്ങനെ എല്ലാ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചും ആലുൻ നബി എന്ന് പറയാൻ അത് ഖുർആനിലും അതിന് തെളിവുണ്ട്, ഹദീസിലും തെളിവുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേരാണ് അബുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉപ്പ. മുഅ്മിനീങ്ങളുടെ ഉപ്പ എന്ന് പറയണമെങ്കിൽ മുഅ്മിനീങ്ങളൊക്കെ മുത്തനബിന്റെ മക്കളാവണ്ട. അപ്പൊ മുഅ്മിനീങ്ങൾ എല്ലാവരും മുത്തനബിയുടെ മക്കളാണ്, മുത്തനബിയുടെ ആലാണ് എന്ന് ആണ് ആ നാമകരണത്തിന്റെ സൂചന. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് മുഹമ്മദിയത്ത് എല്ലാം വിശ്വാസികളെല്ലാം ആല് എന്ന് ഒരർത്ഥത്തിൽ പറയാൻ പറ്റും. അതുകൊണ്ടാണ് മുത്തനബിക്ക് പേര് വെക്കപ്പെട്ടു അബൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉപ്പ എന്ന് പേര് വെക്കപ്പെട്ടു. കമാ സമ്മാ അസ്വാജഹു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് പേര് വെച്ചു ഉമ്മഹാത്തിഹിം ഫിൽ ഖുർആൻ. ഖുർആനിൽ അല്ലാഹു തആല മുത്തനബിയുടെ ഭാര്യമാരെ സംബന്ധിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത്. വഅസ്വാജുഹു ഉമ്മഹാത്തു, മുത്തനബിയുടെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ എല്ലാവരുടെയും ഉമ്മമാരാണ്. അപ്പൊ ആ ആയത്തിന്റെയും വിവക്ഷ ഭാര്യമാർ ഉമ്മമാരാണെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബഹുമാന സൂചകമായ അർത്ഥമനുസരിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളുടെ ഉപ്പയാണ്. മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി നിങ്ങളിൽ പ്രായപൂർത്തിയായ ഒരു പുരുഷന്റെയും ഉപ്പയല്ല എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അതിന്റെ വിവക്ഷ അത് സാധാരണ അർത്ഥത്തിലുള്ള ഉപ്പയല്ല, മറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാത്സല്യത്തിലും ഒരു ഉപ്പ ഒരു മോന്റെ കാര്യം എത്രത്തോളം ശ്രദ്ധിക്കുമോ ആ പരിധിയേക്കാൾ അപ്പുറത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള എല്ലാ മുഅ്മിനിന്റെയും കാര്യം ഉപ്പയും ഉമ്മയും ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ശ്രദ്ധയോടെയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഗൗനിക്കുന്നുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉപ്പയാണ്. അപ്പൊ പിന്നെ ആ ഉപ്പയുടെ ഭാര്യമാർ ഉമ്മമാരുമാണ്. ഖാലൂ, ഇമാമിങ്ങൾ പറഞ്ഞു, ഹാദാ ഹുവൽ മുറാദു ബിൽ ആൽ, ഈ നാലാമർത്ഥത്തിലുള്ള ആല്, അതും എല്ലാ മുഅ്മിനീൻ അർത്ഥം. ഈ ആലാണ് അൽ മുറാദു ബിൽ ആലി, ആല് കൊണ്ട് വിവക്ഷ ഹൈസു സ്വലാത്തു വസ്സലാമു തുലബാൻ, സ്വലാത്തും സലാമും തേടപ്പെടുന്ന ചെല്ലണമെന്ന് തേട്ടമുള്ള സന്ദർഭങ്ങളിലെല്ലാം ആല് പറയുന്നുണ്ട്. ആ ആല് പറയുന്നിടത്തെല്ലാം ആല് കൊണ്ട് വിവക്ഷ എല്ലാ മുഅ്മിനീങ്ങളുമാണ്. ഇബ്രാഹിമിയ സ്വലാത്തില് ആല് പറയുന്നുണ്ട്, വഅല ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. അവിടുത്തെ ആല് കൊണ്ട് വിവക്ഷ എല്ലാ മുഅ്മിനീങ്ങളുമാണെന്ന് നാം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് മറ്റൊരു ഹിസ്ബിൽ. വഫൗക ഹാദിഹി നിസ്ബതി നിസ്ബത്തു ഉലമാഇ ശരീഅത്തി വഫൗഖഹാ നിസ്ബത്തുൽ ആരിഫീൻ അല്ലതി യതഫാദലു ഫീഹാ വലിയാൻ. അപ്പോൾ ഇവിടെ 4 അർത്ഥത്തിലാണ് ആലുൻ നബിനെ വിശദീകരിച്ചത്. അത് ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ആലുൻ നബി. ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ആലുൻ നബി ആരാ? അത് എല്ലാ വിശ്വാസികളും മുഅ്മിനീങ്ങൾ എന്ന അർത്ഥത്തിലുള്ള ആലുൻ. വഫൗഖ ഹാദിഹി നിസ്ബ, എല്ലാ വിശ്വാസികളും എന്ന അർത്ഥത്തിലുള്ള ആലുൻ നബി ആ ബന്ധത്തിന്റെ മീതെയുള്ള സ്ഥാനമാണ്, മീതെയുള്ള ബന്ധമാണ് നിസ്ബത്തു ഉലമാഇ ശരീഅ, ശരീഅത്തിന്റെ പണ്ഡിതന്മാർക്കുള്ള ബന്ധം. ആ ശരീഅത്തിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചിട്ടുണ്ട്. ശരീഅത്തിന്റെ പണ്ഡിതന്മാർക്ക് സാധാരണ നാം പറയുന്ന അഹ്ലു ബൈത്ത് തങ്ങന്മാർ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അവരിൽ നിന്ന് വരുന്ന പണ്ഡിതരല്ലാത്ത തങ്ങന്മാരെക്കാൾ പണ്ഡിതർക്ക് സ്ഥാനമുണ്ട് എന്ന്
ഇമാം മുനാവിയും മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും സാധാരണ മുഅ്മിനീങ്ങൾ, സാധാരണക്കാരായ മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾ ആലുനബിയാണ്. ആ സ്ഥാനത്തേക്കാൾ, ആ ബന്ധത്തേക്കാൾ വലിയ ബന്ധമാണ് നിസ്ബത്തുൽ ഉലമാഇ ശരീഅ, ശരീഅത്തിന്റെ ഇമാമീങ്ങളുടെ ബന്ധം, അവരുടെ സ്ഥാനം. വഫൗഖഹ, ശരീഅത്തിന്റെ ഉലമാഇന്റെ സ്ഥാനത്തിന്റെ മീതെയാണ് നിസ്ബത്തുൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ ബന്ധം. അപ്പൊ ആരിഫീങ്ങൾ ആലുനബിയാണ്. അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ അവരാണ് ഏറ്റവും ടോപ്പിലുള്ള അഹ്ലുബൈത്ത്. 4 വിധത്തിലുള്ള അഹ്ലുബൈത്ത് ഉണ്ടെങ്കിൽ ആ 4 വിധത്തിലുള്ള അഹ്ലുബൈത്തിൽ ഏറ്റവും ടോപ്പിലുള്ള അഹ്ലുബൈത്ത്, ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള അഹ്ലുബൈത്ത് അത് ആരിഫീങ്ങളാണ്. വിലായത്തിന്റെ അഹ്ലുബൈത്താണ്, വിലായത്തിന്റെ ആലുനബിയാണ്. അല്ലത്തി നിസ്ബത്തുൽ ആരിഫീൻ, ആരിഫീങ്ങൾക്കുള്ള ബന്ധം. അല്ലത്തി യതഫാളു ഫീഹാ വലിയാൻ, 2 വലിയ സ്ഥാനത്തിൽ ഏറ്റ വ്യത്യാസത്തിലാവുന്നത് ഈ ഒരു ബന്ധത്തിലാണ്. ഏതൊരു ബന്ധത്തിൽ? മുത്തുനബിയുമായുള്ള അഹ്ലുബൈത്ത് എന്നുള്ള ബന്ധം, റൂഹിയായ ബന്ധം, മാരിഫത്തിന്റെ ബന്ധം. ആ ബന്ധത്തിലാണ് ഔലിയായി ഏറ്റ വ്യത്യാസപ്പെടുന്നത്. ഔലിയാക്കളൊക്കെ മുത്തുനബിയുടെ അഹ്ലുബൈത്ത് ആണെങ്കിലും അതിൽ ഏറ്റ വ്യത്യാസം. എപ്പോഴും വലിയ ഔലിയായി ആ സ്ഥാനത്തിൽ ഇങ്ങനെ മുന്നേറുകയാണ്, വർദ്ധനവ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. വഫീ സ്വലാത്തിൽ ഗൗസി ഇബ്നു മശീഷ് മഅ കൗനിഹി ഹസനിയൻ അലൈഹി റിദ്വാൻ അല്ലാഹുമ്മ അൽഹിഖ്നി ബിനസബിഹി ഫഹിയ കൽ ഹിദായത്തി തഖബലു സിയാദത വന്നുഖ്സാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് വിലായത്തിന്റെ അഹ്ലുബൈത്ത്. ഈ വിലായത്തിന്റെ അഹ്ലുബൈത്ത് എന്ന് പറയുന്നത് അതിൽ ഔലിയാക്കന്മാർ ഏറ്റ വ്യത്യാസപ്പെടുന്നുണ്ട്. പല വലിയ ഔലിയാക്കന്മാരും ആ അഹ്ലുബൈത്ത് എന്നുള്ള സ്ഥാനത്തിൽ പല തട്ടുകളിലാണ്. അത് എത്ര മുകളിലോട്ട് പോയാലും അത് തീരുന്നില്ല, അതങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും ആ സ്ഥാനം. അതുകൊണ്ടാണ് അബ്ദുസ്സലാം ഇബ്നു മശീഷ് റളിയല്ലാഹു അൻഹു, അബ്ദുസ്സലാം ഇബ്നു മശീഷ് റളിയല്ലാഹു അൻഹുവിനെ പരിചയം ഉണ്ടാവും. അവർ ഇമാം അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖാണ്, അവരുടെ ഗുരുവാണ് അബ്ദുസ്സലാം ഇബ്നു മശീഷ് റളിയല്ലാഹു അൻഹു. അവർക്ക് സുപ്രസിദ്ധമായ ഒരു സ്വലാത്തുണ്ട്, മശീഷിയ സ്വലാത്ത് എന്ന് അതിനെ കുറിച്ച് പറയാം. അസ്വലാത്തുൽ മശീഷിയ. അസ്വലാത്തുൽ മശീഷിയ എന്ന് പറയുന്ന സ്വലാത്തിന് ധാരാളം ഇമാമികൾ അറബിയിൽ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ മശീഷിയ സ്വലാത്തിന് ഒരു വാക്കുണ്ട്, ആ വാക്ക് ശ്രദ്ധേയമാണ്. ആരാണ് അബ്ദുസ്സലാം ഇബ്നു മശീഷ് റളിയല്ലാഹു അൻഹു? അബ്ദുസ്സലാം ഇബ്നു മശീഷ് റളിയല്ലാഹു അൻഹു സാക്ഷാൽ അഹ്ലു ബൈത്താണ്, ഹസനിയാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ വരുന്ന ബനു ഹാഷിം ബനു മുത്തലിബ് എന്ന് പറഞ്ഞ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ വന്ന ആളാണ് അബ്ദുസ്സലാം ഇബ്നു മശീഷ് അൽ ഹസനി. അവരുണ്ടാക്കിയ സ്വലാത്തിന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഈ സ്വലാത്ത് ഇബ്നു മശീഷിന്റെ സ്വലാത്തിൽ കാണാം മഅ കൗനിഹി ഹസനിയ്യൻ അലൈഹി റിദ്വാൻ. അദ്ദേഹം ഹസനിയായിരിക്കെ തന്നെ, അദ്ദേഹം ഹസനി കുടുംബത്തിൽ വന്ന ആളായിരിക്കെ തന്നെ അദ്ദേഹം പറയുന്നു, ആ സ്വലാത്തിൽ ആവശ്യപ്പെടുന്നു, അല്ലാഹുമ്മ അൽഹിഖ്നി ബിനസബിഹി, അല്ലാഹുവേ നീ എന്നെ ചേർക്കണമേ, ബിനസബിഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബിനോട്, കുടുംബത്തോട്, നസബിനോട്, നസബ് എന്ന പരമ്പര എന്നല്ല എന്റെ ഭാഷാർത്ഥം, തിരുനബിയുടെ പരമ്പരയോട് ചേർക്കണേന്ന് ആരാ പറയുന്നത്? ശ്രദ്ധയാണ് ആ വാക്ക്. അബ്ദുസ്സലാം ഇബ്നു മശീഷ് അൽ ഹസനി. അദ്ദേഹം ആ പരമ്പരയിൽ പ്രസവിക്കപ്പെട്ട ആളാണ്, വന്ന ആളാണ്. പിന്നെന്തിനാ ചേർക്കണേ എന്ന് പറയുന്നത്? അതുകൊണ്ട് അവിടെ ആരിഫീങ്ങൾ വിശദീകരിച്ചു. അവിടെ ഇമാം അബ്ദുസ്സലാം ഇബ്നു മശീഷ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്ന പരമ്പര അത് ബാഹ്യമായ പരമ്പര അല്ല, അത് റൂഹിയായ പരമ്പരയാണ്, വിലായത്തിന്റെ പരമ്പരയാണ്, റൂഹിയായ പരമ്പരയാണ് അവിടെ പറയുന്നത്. ഏത് നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും ടോപ്പായ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞ ആ ടോപ്പായ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞ ആ ബന്ധം, നിസ്ബ നബിയുമായിട്ടുള്ള ആ ബന്ധത്തിലൂടെയുള്ള
അഹ്ലു ബൈത്തിൽ പെടാനാണ് അബ്ദുസ്സലാം ഇബ്നു മശീഷ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് അവിടെ പല കാര്യങ്ങളും ആ വാക്കുന്ന് അവര് കുതുബ, ചെറിയ മഹാനല്ല, ഔലിയാക്കന്മാരുടെ നേതാവായ കുതുബ. അവര് ആ പറഞ്ഞ വാക്കിൽ പലതും നമുക്ക് പഠിക്കാനുണ്ട്. എന്താ പഠിക്കാനുള്ളത്? ഒരു കാര്യം, അല്ലാഹുമ്മ അൽഹിഖ്നി ബിനസബിഹി എന്ന് അവര് പറഞ്ഞു. അത് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം, അവരുദ്ദേശിച്ചത് ഉറപ്പാണ്, പഠിച്ചോനെ എന്നെ നീ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ടൊരു മോനാക്കണേ എന്നല്ല പറയുന്നത്. അതായിട്ടുണ്ട്, ആ പരമ്പരയിൽ വന്ന ഒരാളാണ്, അത് നീ ആക്കണേ എന്ന് പറയേണ്ട ആവശ്യം. അപ്പൊ അവരുദ്ദേശിച്ചത് എന്താണ്? അവരുദ്ദേശിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട ബാഹ്യമായ അഹ്ലു ബൈത്തല്ല, ആന്തരികമായ എന്ന് പറഞ്ഞ ആത്മീയമായ അഹ്ലു ബൈത്ത്, ആ അഹ്ലു ബൈത്താണ് അവരുടെ ഉദ്ദേശിച്ചത്. മറ്റൊരു കാര്യം, ആ അഹ്ലു ബൈത്ത് ബാഹ്യമായ അഹ്ലു ബൈത്ത് അല്ലാത്ത ആത്മീയമായ അഹ്ലു ബൈത്തിന് നസബ്, പരമ്പര എന്നുള്ള വാക്ക് അതിന് പറയുമെന്ന് മനസ്സിലായി. കാരണം ആ ബന്ധത്തിന് നസബ് എന്ന് അവർ ഉപയോഗിക്കുന്നത്. അല്ലാഹുമ്മ അൽഹിഖ്നി ബി ആലിഹി എന്നല്ല പറഞ്ഞത്, അല്ലാഹുമ്മ അൽഹിഖ്നി ബി നസബിഹി. അപ്പോ മുത്തുനബിയുമായി ഉള്ള റൂഹിയായ ബന്ധം, ആ റൂഹിയായ ബന്ധത്തിന് തന്നെ നസബ് എന്ന് പറയും. നസബ് എന്ന് പറഞ്ഞ പരമ്പര. അപ്പോ റൂഹിയായ പരമ്പരയുമുണ്ട്, ശാരീരികമായ വഴിയിലൂടെയുള്ള പരമ്പരയുമുണ്ട്. അല്ലാഹുമ്മ അൽഹിഖ്നി ബിനസബിഹി, ആ നസബിനോട് എന്നെ നീ ചേർക്കണമേ. അതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാകുന്നുണ്ട്. ചേർക്കണമേ എന്ന് പറയുമ്പോ ഇതിങ്ങനെ ആവർത്തിച്ച് എല്ലാ ദിവസവും ചൊല്ലുന്ന സ്വലാത്ത അല്ലാഹുമ്മ അൽഹിഖ്നി ബിനസബിഹി. നമ്മള് നിസ്കാരത്തില് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നുണ്ട്. പഠിച്ചോനെ മുസ്തഖീമായ വഴിയിൽ ഞങ്ങൾ ചേർക്കണമേ. നമ്മള് ദീനുൽ ഇസ്ലാം ആകുന്ന മുസ്തഖീമായ വഴിയിലാണ് നമ്മൾ ഉള്ളത്. ഇത് ചേർക്കണമേ എന്ന് പറയുന്ന എന്തിനാ? ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന മുസ്തഖീമായ വഴി, അതിന് പല ഡോസും ഉണ്ട്. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം അവരൊക്കെ ദുആ ചെയ്തു, റബ്ബേ ഞങ്ങളെ നീ മുസ്ലിമായി മരിപ്പിക്കണേ. അപ്പൊ അവര് ആവശ്യപ്പെട്ട ഇസ്ലാം അതാണ്, വലിയ ഡോസിലുള്ള ഇസ്ലാമാണ്. അപ്പൊ അതാണ് ഹിദായത്ത്. ഈ ഹിദായത്ത്, ഇസ്ലാം ഹിദായത്ത് എന്ന് പറഞ്ഞതിന് പല ഡോസും ഉണ്ട്. അത് തീരാത്ത ഡോസുകൾ അതിനുണ്ട്. അതുകൊണ്ട് നാം നിസ്കരിക്കുമ്പോ നാം ഹിദായത്തിന്റെ മുസ്തഖീമായ ത്വരീഖിലാണെങ്കിലും അതിന്റെ അടുത്ത ഡോസിലേക്ക് കയറാൻ, ആ ഡോസ് കയറി പിന്നെ അടുത്ത ഡോസിലേക്ക് കയറാൻ, അങ്ങനെ ഇസ്തിഖാമത്തിന്റെ ഹിദായത്തിന്റെ ഒന്നിന്റെ ശേഷം ഒന്നായിട്ടുള്ള അനന്തമായ ഡോസുകൾ, ആ ഡോസുകളിലേക്ക് മുന്നേറാനാണ് നമ്മൾ അല്ലാഹുവിനോട് എല്ലാ സമയങ്ങളിലും, നിസ്കാരങ്ങളിൽ എല്ലാ റക്അത്തിലും ഹിദായത്ത് ചോദിക്കുന്നത്. എന്നതുപോലെ ഈ നസബിനോട് ചേരുക, മുത്തുനബിയുടെ അഹ്ലു ബൈത്ത് ആയി കിട്ടുക, മുത്തുനബിയുടെ ആലിൽ പെടുക, മുത്തുനബിയുടെ കുടുംബത്തിൽ പെടുക എന്ന് പറഞ്ഞത് അതങ്ങനെ ഏത് കുടുംബം? ആ ആത്മീയമായ കുടുംബം. അതിന്റെ ഡോസ് അത് നിസ്സീമമാണ്, അനന്തമാണ്. അതിലേക്ക് പെട്ടാൽ, വിലായത്തിന്റെ ആദ്യ പടിയിൽ പെട്ടാൽ വീണ്ടും 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 കേറി 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 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹുമായിട്ടുള്ള കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ അപാരമായ നിഅമത്താണ്, വലിയ ഖുദ്റത്താണ്, നിഅമത്താണ്. ആ നിഅമത്തിൽ വർധനവുണ്ടാകാനാണ് ആ ദുആ. കാരണം അത് എന്താണ് മുത്തുനബിയുടെ നസബ്? മുത്തുനബിയുടെ നസബ് എന്ന് പറഞ്ഞാൽ ഇമാം അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് ലഭിച്ച ദർശനങ്ങൾ, അള്ളാഹുവിന്റെ മുഷാഹദാത്ത്, അള്ളാഹുവിന്റെ ദർശനം, ദുനിയാവിൽ വെച്ച് ദർശനം ലഭിച്ചു. വലിയ ദർശനങ്ങളും വലിയ മഅരിഫത്തുകളും ലഭിച്ചു. അങ്ങോട്ട് മുത്തനബിക്ക് ലഭിച്ച എല്ലാ മഅരിഫത്തുകളും എല്ലാ ദർശനങ്ങളും ഒരൊറ്റ നബിക്കും ഒരൊറ്റ മലക്കിനും ഒരു സൃഷ്ടിക്കും ലഭിക്കൂല. എങ്കിലും മുത്തനബിക്ക് ലഭിച്ച, നമുക്ക്
അനുഭവിക്കാൻ പറ്റാവുന്ന ദർശനങ്ങൾ, ആ ദർശനങ്ങളിലേക്ക്, അനുഭൂതികളിലേക്ക് ചേരാനാണ് അബ്ദുസ്സലാം ഇബ്നു മശീഷ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അൽഹിഖ്നി ബിനസീബ് ഫഹിയ. അപ്പോൾ ഈ പറഞ്ഞ ബന്ധം ഏത് ആരിഫീങ്ങളുടെ നിസ്ബയായ, ആരിഫീങ്ങളുടെ അഹ്ലു ബൈത്ത് എന്ന് ആരിഫീങ്ങളുടെ നിസ്ബ, വിലായത്തിന്റെ അഹ്ലു ബൈത്ത് അല്ലെങ്കിൽ മഅരിഫത്തിന്റെ അഹ്ലു ബൈത്ത്, അത് കൽ ഹിദായത്തി, നാം നേരത്തെ പറഞ്ഞ ഹിദായത്ത് പോലെ, തഖബലു സിയാദത വന്നുഖ്സാൻ, അത് വർദ്ധനവിനെയും ചുരുക്കത്തെയും സ്വീകരിക്കുന്ന കാര്യമാണ്. സാധാരണ തങ്ങൾത്വം എന്ന് പറയുന്നത് ഒരു ബാഹ്യമായ തങ്ങന്മാരുണ്ടല്ലോ, ഹസനി ഹുസൈനി, അതില് വർദ്ധനവുണ്ടാവില്ല. ഈ തങ്ങൾ, ഈ ജമലുലി തങ്ങൾ കൂടുതൽ തങ്ങളാണ്, ഹസനി തങ്ങളാണ്. തുറാബ് തങ്ങൾ കുറേശ്ശെ ഹസനി തങ്ങളാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. അലി ബുഖാരി തങ്ങൾ കൂടുതൽ തങ്ങളാണ്. ബാഫക്കി തങ്ങള് ചെറിയ തങ്ങളാണ്, അങ്ങനെ പറയാൻ പറ്റൂല. എല്ലാ തങ്ങന്മാരും മുത്തനബിയുമായിട്ടുള്ള ബാഹ്യമായ ഹസനി ഹുസൈനി എന്നുള്ള ബന്ധാണോ, ആ ബന്ധാണെങ്കിൽ എല്ലാവരും ഒരേ ലെവലാണ്. അതിലേറ്റ വ്യത്യാസമില്ല, അതിൽ വർധനവും കുറവുമില്ല. ഈ തങ്ങൾത്വം അങ്ങനല്ല. മുത്തനബിയുമായിട്ടുള്ള റൂഹിയ തങ്ങൾത്വം അത് വർധനവിനെയും കുറവിനെയും സ്വീകരിക്കുന്ന കാര്യമാണ്. ഹിദായത്തും അങ്ങനെ വർധനവിനെയും കുറവിനെയും സ്വീകരിക്കുന്ന കാര്യമാണ്. ഫമൻകാന ബലദഹു ഹിസ്സൻ, വല്ലവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാഹ്യമായ മോനായി കഴിഞ്ഞാൽ, ഫഖത്ത്, ഒരാൾ മുത്തുനബിയുടെ ബാഹ്യമായ മോന് മാത്രമാണ്, ഔ റൂഹൻ ഫഖത്ത്, അല്ലെങ്കിൽ ഒരാൾ മുത്തുനബിയുടെ ആത്മീയമായ മോന് മാത്രമായി, ബാഹ്യമായ മോന് മാത്രമായാൽ എങ്ങനെ ഹസനിയായി അല്ലെങ്കിൽ ഹുസൈനിയായി, വലിയായിട്ടില്ല, അല്ലെങ്കിൽ ആലിമായിട്ടില്ല. ഔ റൂഹൻ ഫഖത്ത്, അല്ലെങ്കിൽ ആത്മീയമായ മോന് മാത്രമാണ്, ഹസനിയായിട്ടില്ല ഹുസൈനിയായിട്ടില്ല. യഫൂഖുഹു, ആ വ്യക്തിക്ക് രണ്ടാലൊന്ന് മാത്രമായ വ്യക്തിയെ മീതയാണ്. മൻ കമ്മലഹുൽ വജ്ഹാൻ, രണ്ട് നിലക്കും തങ്ങളായ ആള്. ബാഹ്യമായ നിലക്ക് തങ്ങളാണ്, ഹസനിയാണ് അല്ലെങ്കിൽ ഹുസൈനിയാണ്, അതോടൊപ്പം വലിയുമാണ്. ഇതുപോലെ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളെ പോലെ, ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖിനെ പോലെ, ദിഫായി ശൈഖിനെ പോലെ, അവരൊക്കെ ഹസനി ഹുസൈനിയുമാണ്. അതിന്റെ പുറമെ അവര് ആത്മീയമായ തങ്ങന്മാരുമാണ്. നിസ്തുലരായ ധാരാളം കുതുബീങ്ങളായ ഔലിയാക്കളെ പോലെ. അത് നമ്മൾ പറഞ്ഞത് അമ്പുറം തങ്ങള്, ജമലുല്ലയിൽ കടലുണ്ടി തങ്ങള് നമ്മുടെ നാട്ടിലുള്ള തങ്ങന്മാരാണ്. അതുപോലെ ഖാജാ തങ്ങള്, ഇവരൊക്കെ ഹസനിയാണ് ഹുസൈനിയാണ്, അതുപോലെ കുത്തുബീങ്ങളാണ്. അവര് ആത്മീയമായ തങ്ങന്മാരുമാണ്. രണ്ടും പാടെ ഒരുമിച്ച് കൂടിയവരാണ്. രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയവർ രണ്ടാലൊന്ന് മാത്രമുള്ളവരെക്കാൾ സ്ഥാനമുള്ളവരാണ്. വഇല്ലം തകുനി സിയാദതു ശർത്തുൻ ലിൽ ഖുതുബിൽ ഗൗസി ഇല്ലാ അലാ ഖീലിൻ ളഅഫാൻ. എന്നാൽ ഇവിടെ ഒരു ചർച്ചയുണ്ട്. ഖുതുബ് എന്ന് പറയുന്ന സ്ഥാനം, ഗൗസ് ഖുതുബ് എന്ന് പറയുന്ന സ്ഥാനം, ഗൗസ് എന്ന് പറയുന്ന സ്ഥാനത്തിനുള്ള മറ്റൊരു പേരാണ് ഖുതുബ്. ഖുതുബുൽ സമാൻ, ഖുതുബുൽ ആലം എന്നൊക്കെ പറയുന്ന ആ സ്ഥാനം, അതൊക്കെ ഒന്നെന്നെ. ഗൗസ്, ഖുതുബുൽ സമാൻ, ഖുതുബുൽ ആലം, ഈ സ്ഥാനം അത് ലഭിക്കണമെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി ബാഹ്യമായ തങ്ങളാവണോ, ഹസനിയോ ഹുസൈനിയോ ആവണോ ആവേണ്ടയോ എന്നൊരു ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാല് ആരിഫീങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട്. അത് പ്രഗത്ഭരായ ആരിഫീങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു നിബന്ധനല്ല. ഗൗസാവണമെങ്കിൽ ഖുതുബ് എന്ന് പറഞ്ഞ സ്ഥാനം, ഖുതുബുസ് സമാൻ എന്ന് പറയുന്ന സ്ഥാനത്തിൽ ഇരിക്കണമെങ്കിൽ അദ്ദേഹം ഹസനി, ബാഹ്യമായ തങ്ങൾ ഹസനിയോ ഹുസൈനിയോ ആവൽ നിർബന്ധം ഇല്ല. കാരണം എത്രയോ ഔലിയായി
കുത്തുബ് എന്ന സ്ഥാനത്ത് എത്തിച്ചവരുണ്ട്. അവർ ഹസനി അല്ല, ഹുസൈനി അല്ല. ഉദാഹരണമായി നമ്മുടെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവര് അവരുടെ അവസാന കാലം അവർ കുത്തുബ് എന്ന സ്ഥാനത്ത് എത്തിച്ചു, ഗൗസ് എന്ന സ്ഥാനത്ത് എത്തിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അവര് ഹസനിയും ഹുസൈനിയും അല്ല, പക്ഷെ അവർ ഖുറൈശിയാണ്. അതുപോലെ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവസാന കാലം അവര് കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനത്ത് എത്തിച്ചു. ഇമാം നവവി ഒരിക്കലും ഹസനി അല്ല, ഹുസൈനി അല്ല, ബാഹ്യമായ തങ്ങന്മാരിൽപ്പെട്ട ആളല്ല. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു വലിയ ആരിഫാണ്, ഔലിയാക്കളുടെ കൂട്ടത്തിൽ വലിയ മഹാനാണ്, വലിയ പണ്ഡിതനുമാണ്. അവര് കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട് എന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ച ഇമാം മുനാവി റളിയല്ലാഹു അൻഹു തബഖാത്തു സൂഫിയ അൽ കുബ്ര എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം. പക്ഷേ അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു അവർ ഹസനിയുമല്ല, ഹുസൈനിയുമല്ല. അപ്പൊ ആ ചർച്ചയാണ് എന്ന് പറയാൻ പോകുന്നത്. വൈലം തകുനി സിയാദത്തു, ബാഹ്യമായ തങ്ങൾത്വം, ഷർത്തൻ അതൊരിക്കലും നിബന്ധനയല്ല, കണ്ടീഷനല്ല. ലിൽ കുതുബിൽ ഗൗസി, ഗൗസായ കുതുബിനിക്ക് തങ്ങൾത്വം കണ്ടീഷൻ ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. തങ്ങളാവണം, ഹസനിയോ ഹുസൈനിയോ ആവണം എന്ന് പറയുന്നത് ശരിയല്ല. ഇല്ല അല ഖീലിൻ ദഅഫാൻ, ബലഹീനമായ ഒരു അഭിപ്രായം അങ്ങനെ ആരോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ബലഹീനമാണ്, ബലഹീനാണ് എന്ന് ഔലിയാക്കന്മാരനെ പറഞ്ഞിട്ടുണ്ട്. കമാഫി ദുററി ഷഅറാനി, ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ ദുറർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അതുണ്ട്. ദുററുൽ ഖവ്വാസ് മിൻ ഫതാവ അലിയിൽ ഖവ്വാസ് എന്ന് പറഞ്ഞ കിതാബിൽ ഇമാം ഷഅറാനി ഇത് പറയുന്നുണ്ട്. അലിയിൽ ഖവ്വാസ്, ഇമാം ഷഅറാനിയുടെ ഗുരുവാണ് അലിയിൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു, അവരിൽ നിന്ന് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. വഹുമ, അബ്ദുൽ വഹാബ് ഷഅറാനിയും തന്റെ ഗുരുവായ അലിയിൽ ഖവ്വാസ് രണ്ടുപേരും ഫിൽ ഹഖായിഖ് മുതവഹിറാൻ, രണ്ടാളും ഇൽമുൽ ഹഖീഖയിൽ ഔലിയാക്കന്മാരുടെ ആത്മജ്ഞാനം, ആ ഇൽമുൽ ഹഖായിഖില് അവര് വലിയ നിപുണരാണ്. അവര് സമുദ്ര സമാനരായ പണ്ഡിതന്മാരാണ്. വകമാ നഖലഹു ഇബ്നു അതാഇല്ലാഹ്, ഇബ്നു അതാഇല്ലാഹ് സിക്കന്ദരി റളിയല്ലാഹു അൻഹു, അവരും കുതുബ ഇബ്നു അതാഇല്ലാഹ് സിക്കന്ദരി, അവരും പറയുന്നുണ്ട് അങ്ങനെ നിബന്ധനയില്ല. എന്ത്? ഗൗസായ വ്യക്തി അഹ്ലുബൈത്ത് ആവണം, ഹസനിയോ ഹുസൈനിയോ ആവണം, നിബന്ധന ഇല്ല എന്ന് പറയുന്നുണ്ട്. അൻ ശൈഖിൽ മുർസി, ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരു ശൈഖ് അത് അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു, ഇമാം ബൂസീരിയുടെ ശൈഖും ഗുരുവാണ് അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു. അബുൽ അബ്ബാസുൽ മുർസിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയും ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. വഹുമാ കുതുബാൻ, അവർ രണ്ടുപേരും കുതുബീങ്ങളാണ് താനും. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയും കുതുബായ മഹാനാണ്, ഗൗസായ മഹാനാണ്. അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു കുതുബായ മഹാനാണ്. അബുൽ അബ്ബാസുൽ മുർസി അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അപ്പൊ അവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ അവര് വഫാത്തായ ഉടനെ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അവര് കുതുബാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുമ്പോ കുതുബുൽ ആലം എന്ന് പറഞ്ഞ സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട് എന്ന് ഒരു വിഭാഗം പറയുമ്പോ അത് സമ്മതിക്കാൻ ചിലർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം അന്നത്തെ ചർച്ച സിഎം വലിയുല്ലാഹി ഹസനിയോ ഹുസൈനിയോ അല്ലല്ലോ, തങ്ങളല്ലല്ലോ. കുതുബാവാൻ തങ്ങൾത്വം,
ഹസനിയോ ഹുസൈനിയോ ആവൽ കണ്ടീഷൻ ഉണ്ട് എന്നായിരുന്നു അവരുടെ നിലപാട്. പക്ഷേ ധാരാളം തസവ്വുഫിന്റെ കിതാബുകളിൽ തന്നെ ആരിഫീങ്ങൾ, പ്രഗത്ഭരായ ആരിഫീങ്ങൾ അങ്ങനെ നിബന്ധന ഇല്ല എന്ന് എഴുതി വച്ചിട്ടുമുണ്ട്. മാത്രമല്ല ചരിത്രത്തിന്റെ അനുഭവമാണ് കുതുബീങ്ങൾ, എത്രയോ കുതുബീങ്ങൾ ഗൗസീങ്ങളായ ആളുകൾ ഹസനിയുമല്ല ഹുസൈനിയുമല്ല നമ്മൾ കുറെ എണ്ണി. അതുകൊണ്ട് സിയം വലിയുള്ളാഹിയെ കുറിച്ച് അക്കാരണത്താൽ ഹസനിയല്ല ഹുസൈനിയല്ല എന്ന കാരണത്താൽ സിയം വലിയുള്ളാഹി ഖുതുബുൽ ആലം എന്ന് പറയുന്ന സ്ഥാനം എത്തിച്ചിട്ടില്ല എന്ന് പറയേണ്ട ഒരു ആവശ്യവുമില്ല. അന്ന് അങ്ങനെയായിരുന്നു ആ ചർച്ച ഉണ്ടായിരുന്നത്. അത് പിന്നീട് അത് വഴി തിരിഞ്ഞുപോയി എന്നാണ് തോന്നുന്നത്. ആ ചർച്ചയുടെ തുടക്കം അങ്ങനെ ആയിരുന്നു. വഹുമാ ഖുതുബാൻ, ഇബ്നു അത്താഇല്ലാ സിക്കന്ദരിയും അബുൽ അബ്ബാസ് അൽ മുർസിയും ഖുതുബായിരിക്കെ തന്നെ അവര് പറഞ്ഞിട്ടുണ്ട് ഖുതുബിനിക്ക് ഹസനിയോ ഹുസൈനിയോ അവൾ നിബന്ധനയില്ല. ഇനി ഖുതുബ് അഹ്ലുബൈത്തിൽ പഠനമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞവരുടെ വാക്കിന് അർത്ഥം ഇങ്ങനെ കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ഔലിയാക്കന്മാരും അഹ്ലുബൈത്താണ്. ആ അഹ്ലുബൈത്ത് ആത്മീയമായ അഹ്ലുബൈത്ത്, ഖുതുബാകുന്ന വ്യക്തി ആത്മീയമായ അഹ്ലുബൈത്ത് എന്ന് അഹ്ലുബൈത്തിന് വലിയ ഡോസ് എത്തിച്ച ആളാണ് ഖുതുബാകുക. അപ്പൊ പിന്നെ ഖുതുബ് അഹ്ലുബൈത്തിന്റെ ഖുതുബ് വരൂ എന്ന് പറഞ്ഞത് ശരിയാണ്. ഏത് അഹ്ലുബൈത്ത്? അത് ഏറ്റവും ടോപ്പായ അഹ്ലുബൈത്ത്. അഹ്ലുബൈത്തിന് 4 ഡോസ് പറഞ്ഞു നമ്മൾ, 4 സ്റ്റാൻഡേർഡ് പറഞ്ഞു നമ്മൾ. അതിൽ ഏറ്റവും ടോപ്പ് സ്റ്റാൻഡേർഡിൽ ഇരിക്കുന്ന അഹ്ലുബൈത്ത് എന്നാണ് ഖുതുബ് വരിക. യഥാർത്ഥത്തില് മാരിഫത്തുള്ള ആള്, വിലായത്തുള്ള ആളാണ് ഖുതുബാക എന്ന് പറയുന്നത് ശരിയാണ്. ഇന്നൽ ഖുതുബ ലാ യകൂനു ഇല്ലാ മിൻ അഹ്ലിൽ ബൈത്ത്, അഹ്ലു ബൈത്ത് എന്ന് മാത്രമേ ഖുതുബ് വരൂ എന്ന് പറഞ്ഞ വ്യക്തി ഉദ്ദേശിച്ചത് അറാദ സിയാദത്തുൽ മാനവിയ്യത, ആത്മീയമായ തങ്ങൾത്വമായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഫലാ യഖ്തലിഫു ഫീഹി ഹസ്നാൻ, ആത്മീയമായ തങ്ങൾത്വം വേണമെന്നതിൽ രണ്ടഭിപ്രായമില്ല, വേണമെന്നതിൽ രണ്ടാക്കതിന് തർക്കമില്ല. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ആത്മീയമായ തങ്ങൾത്വമുണ്ടോ? അതെ, അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. വമിന്നു ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ആത്മീയമായ തങ്ങൾത്വം സൂചിപ്പിക്കാനാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സൽമാനു മിന്നാ അഹ്ലുൽ ബൈത്ത്, സൽമാൻ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, അതായത് അഹ്ലുൽ ബൈത്ത് ആണ്. അതിന്റെ വിവരണം നേരത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നാം ഇപ്പോൾ ഉള്ളത് 20-ാമത്തെ ഹിസ്ബിലാണ്. 19-ാമത്തെ ഹിസ്ബിൽ നാം അത് വിവരിച്ചിട്ടുണ്ട്. റവാഹുൽ ഹാക്കിമു വത്തബറാനിയുൽ ഹാഫിളാൻ, സൽമാൻ ബിൻ അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞ ഹദീസ് ഇമാം ഹാക്കിമും തബറാനിയും ഹാഫിളീങ്ങളായ ഹദീസിന്റെ ഹുഫാദിൽപ്പെട്ട ഇമാം ഹാക്കിമും ഇമാം തബറാനിയും റളിയല്ലാഹു അൻഹു അവരെ ഉദ്ധരിച്ചിട്ടുണ്ട്. കമാ സയ്യഫ അബുർ റൈസുൽ മക്കി, അബുർ റൈസുൽ മക്കി റഹിമഹുല്ലാഹ് അവര് നിർവീര്യമാക്കിയിട്ടുണ്ട് ഫീ റിസാലത്തി അസ്ഇലത്തിൻ വാജിബത്തിൻ ബിതിബിയാൻ, അദ്ദേഹത്തിന് ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു ലഘു കൃതിയുണ്ട്. അതിൽ വിശദമായി അദ്ദേഹം അബുർ റൈസുൽ മക്കി അതില് നിർവീര്യമാക്കി. എന്ത് നിർവീര്യമാക്കി? സഅമ അന്നൽ ഖുതുബിയ്യത ലാ യനാലുഹാ ഇല്ലാ ഷാദുലിയുൻ സാൻ, അത് മറ്റൊരു വിഷയം. ഷാദുലി ത്വരീഖത്ത് സ്വീകരിച്ച ആളുകൾക്ക് മാത്രമേ ഖുതുബാവാൻ കഴിയൂ എന്ന് ഷാദുലിയാക്കൾ പറയാറുണ്ട്, ജൽപ്പിക്കാറുണ്ട്. ആ ജൽപ്പനം തെറ്റാണ്, അസത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അഭിപ്രായത്തെ നിർവീര്യമാക്കിയിട്ടുണ്ട് അബുർ റൈസുൽ മക്കി റഹിമഹുല്ലാഹ്. അന്നൽ ഖുതുബിയ്യത, ഖുതുബ് എന്ന് പറയുന്ന സ്ഥാനം ലാ യനാലുഹാ ഇല്ലാ ഷാദുലിയുൻ സാൻ, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഷാദുലി ത്വരീഖത്തിൽ വന്ന വ്യക്തിക്ക്, മഹാന് മാത്രമേ ഖുതുബിയ്യത്ത് എന്ന സ്ഥാനം ലഭിക്കൂ എന്ന് വാദിച്ച വാദത്തെ അബുർ റൈസുൽ മക്കി ആ വാദം അതിനെ നിർവീര്യമാക്കിയിട്ടുണ്ട്.
വനഖല അനിൽ മിനഹിൽ മക്കിയ. ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് രചിച്ച അൽ മിനഹുൽ മക്കിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നിന്നും അബുറൈസുൽ മക്കി ഉദ്ധരിച്ചു, റദ്ദ ദാലിക സാമി, ഈ ജൽപ്പനത്തിന്റെ ഖണ്ഡനം ബിവജിഹിൻ ബാൻ, വ്യക്തമായ രൂപത്തിൽ ആ ഖണ്ഡനം ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഒരു ചെറിയ ഒരു കവിത, അത് ചെറിയ നിലയ്ക്ക് അർത്ഥം പറഞ്ഞ് നമുക്ക് നിർത്താം. ആലുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം. ആല്, ഏത് ആല്? നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ആലും ഉദ്ദേശിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ ആലിന്ന് സാധാരണ മനസ്സിലാക്കുന്ന ഏത് ആല്? ഹസനി ഹുസൈനി. ആലുൻ നബി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. ഹുമുൽ അൻവാർ, അവര് നൂറുകളാണ്, വെളിച്ചമാണ്. അവര് വെളിച്ചങ്ങളാണ്, നൂറുകളാണ്. തഹ്ദീന, ആ വെളിച്ചം നമുക്ക് ദർശനം നൽകും. തബ്ഖാ അലൽ അർളി, ആലുൻ നബി, വെളിച്ചമാകുന്ന ആലുൻ നബി ഭൂമിയിൽ എന്നെന്നും നിലനിൽക്കുന്നതാണ്. ആലുൻ നബി ഇല്ലാത്ത സമയം വന്നാൽ സൂര്യൻ ഊതുന്നതാണ്. തബ്ഖാ അലൽ അർളി, അവർ ഭൂമിയിൽ അവശേഷിക്കുന്നു. ലൗലാ, അവരില്ലെങ്കിൽ ആലുൻ നബിയാകുന്ന ആ പ്രകാശങ്ങളില്ലെങ്കിൽ ലൗഫനീന, നാം നശിപ്പിക്കപ്പെടുന്നതാണ്. വിലായത്തിന്റെ ആലുൻ നബി എന്ന് നശിക്കുന്നു, അന്ന് സൂറിൽ ഊതുന്നതാണ്. അതുവരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ വന്ന ഹസനി ഹുസൈനി പരമ്പരയിൽ വന്ന തങ്ങന്മാരും നിലകൊള്ളുന്നതാണ്. ദിമാഉ ഖൈരി ജമീഇൽ ഖൽഖി ഫീ ദമിഹിം, ദിമാഉ ഖൈരി ജമീഇൽ ഖൽഖി, എല്ലാ സൃഷ്ടികളെക്കാളും ഉന്നതരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തങ്ങൾ ഫീ ദമിഹിം, ആലുൻ നബിയുടെ രക്തത്തിലുണ്ട്, മുത്തുനബിയുടെ കുടുംബത്തിന്റെ രക്തത്തിലുണ്ട്. അപ്പൊ അവിടെ വിലായത്തിന്റെ ആലുദ്ദേശിച്ചാലോ? വിലായത്തിന്റെ ആലുബൈത്ത് ആലുൻ നബി എന്ന് ഉദ്ദേശിച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ രക്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നൂറുൻ നബിയാണ്, നൂറാണ്. റൂഹുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വരുമ്പോ രക്തത്തിന്റെ സ്ഥാനത്ത് അവിടെ നൂറാണ്. ആ മുത്തനബിയുടെ റൂഹിന്റെ നൂറ്, ആ റൂഹിൽ നിലകൊള്ളുന്ന ആ നൂറ്, റൂഹിനിക്ക് മുത്തനബിയുടെ ഹഖീഖത്ത് മുഹമ്മദിയത്തിനിക്ക് അവിടെ രക്തമല്ല, അവിടെ നൂറാണുള്ളത്. ആ നൂറ് എല്ലാ ഔലിയാക്കന്മാരിലും എല്ലാ മുഅ്മിനീങ്ങളിലും ഉണ്ടെങ്കിലും അത് നല്ല പവറില് എല്ലാ ഔലിയാക്കന്മാരിലുമുണ്ട്. ആലിംബിയ മസ്ജത്തൻ, ആ കലർത്തപ്പെട്ട ആ രക്തം അല്ലെങ്കിൽ ആ നൂറ്, അതെത്ര മഹത്വമേറിയതാണ്. ലാലാതുലാഹീന, അത് ലഭിക്കാത്ത നമ്മോട് ഒരിക്കലും അത് തുല്യമല്ല. കാനത്ത് മഹബ്ബത്തുഹും ജുസ്അൽ അഖായിദി ഫൽ ഖാലി അനിൽ വുദ്ദി ലാ യൽഖാ ലഹുദ്ദീന. കാനത്ത് മഹബ്ബത്തുഹും ജുസ്അൽ അഖായിദി, ആലുൻ നബിയെ, നബി കുടുംബത്തെ ഇഷ്ടപ്പെടല്, മഹബ്ബത്ത് വെക്കല്, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. നബി കുടുംബത്തെ വെറുത്തു കഴിഞ്ഞാല് അവന് ദീനില്ലാത്തവനാണ്. ഫൽ ഖാലി അനിൽ വുദ്ദി, നബി കുടുംബത്തോടുള്ള സ്നേഹമില്ലാത്തവൻ, ലാ യൽഖാ ലഹുദ്ദീന, അവന് മതമില്ല, അവന് ദീനില്ല, അവന് ദീന് നഷ്ടപ്പെട്ടവനായി. ഇന്നി വഫത്തു ഇലൈഹിം ബിൽ മദീഹി വഫിൽ ഖുർആനി മിൻ മദീഹിം അഖ്സാഹു യൂനീന. ഇന്നി വഫത്തു ഇലൈഹിം ബിൽ മദീഹി, ആലുൻ നബിയിലേക്ക്, നബി കുടുംബത്തിലേക്ക് എന്റെ കവിതയുമായി ഞാനിതാ ചെന്നിരിക്കുന്നു. അഫിൽ ഖുർആനി മിൻ മദീഹിം, ആലുൻ നബി, നബി കുടുംബത്തെ കുറിച്ച് അവരുടെ പ്രകീർത്തനത്തിൽ നിന്ന് വിശുദ്ധ ഖുർആനിൽ അഖ്സാഹു യുഗ്നീന, വിശുദ്ധ ഖുർആനിൽ അങ്ങേയറ്റത്തെ മദ്ഹ് അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യുഗ്നീന, ആ മദ്ഹ് വിശുദ്ധ ഖുർആനിൽ ഉണ്ടായതുകൊണ്ട് ഇനി നാം ആ മദ്ഹ് പറയേണ്ടതില്ല. അത്രത്തോളം അല്ലാഹു തആല വലിയ മദ്ഹ് ആലുൻ നബിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും الرجس അഹ്ല البيت വയതഹിറകും തത്ഹീറാ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ അത് വിവരിച്ചു. റദ്ദു അലൈനാ മദീഹം മിൻ നഖായിസിഹി ലൗലാ തഗാലിഹുൽ മബ്ദൂൽ യുസ്ലീന.
റദ്ദു അലൈനാ മദീഹം മിൻ നഖായിസിഹി. വിശുദ്ധ ഖുർആൻ വളരെ സമഗ്രമായ സമുന്നതമായ മദ്ഹ് അഹ്ലുബൈത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കെ നാം ആ അഹ്ലുബൈത്തിനെ കുറിച്ച് കവിതയായോ മറ്റോ നാം മദ്ഹ് കൊണ്ടു ചെന്നാൽ നമ്മുടെ കവിതയുടെ അല്ലെങ്കിൽ പ്രകീർത്തനത്തിന്റെ ന്യൂനത കാരണത്താൽ അവർ ആ പ്രകീർത്തനത്തെ നിരാകരിക്കുമായിരുന്നു. റദ്ദു അലൈനാ മദീഹം മിൻ നഖായിസിഹി. നമ്മുടെ പ്രകീർത്തനത്തിന്റെ കുറവുകൾ കാരണത്താൽ അവർ അഹ്ലുബൈത്ത് നബി കുടുംബം നമ്മുടെ പ്രകീർത്തനത്തെ നിരാകരിക്കുമായിരുന്നു. ലൗലാ തഗാലീഹിമുൽ മബ്ദൂലു യുസ്ലീന. പക്ഷേ അവരുടെ ലൗലാ തഗാലീഹിം അവര് നമ്മുടെ പ്രകീർത്തനത്തിലുള്ള കുറവ് കണ്ണു ചിമ്പുന്ന കാരണത്താൽ അവര് മാപ്പ് ചെയ്യലില്ലായിരുന്നെങ്കിൽ യുസ്ലീന അവർ നമ്മെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവര് കണ്ണു ചിമ്മുന്നില്ലെങ്കിൽ അവർ മാപ്പ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ മദ്ഹിന്റെ കുറവ് കാരണത്താൽ അവരതിനെ നിരാകരിക്കുമായിരുന്നു. കാരണം വിശുദ്ധ ഖുർആന് എമ്പാടും അവർക്ക് മതിയാവോളം മദ്ഹ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. വിശുദ്ധ ഖുർആന്റെ മദ്ഹിന്റെ മുന്നിൽ പിന്നെ നമ്മൾ മദ്ഹ് ചെയ്തിട്ട് അവിടേക്ക് എത്തൂല, മദ്ഹ് ചെയ്തിട്ട് കാര്യമില്ല എന്നർത്ഥം. ഇന്നൽ ഹകീമ തആല ഖദ് അറാദ ലഹും അൻ യുദ്ഹിബ الرجس عنهم من يراعينا. ഇന്നൽ ഹകീമ തആല യുക്തവാനായ അല്ലാഹു തആല ഖദ് അറാദ ലഹും നബി കുടുംബത്തിനിക്ക് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നു അൻ യുദ്ഹിബ الرجس عنهم അവരിൽ നിന്ന് ദുർവൃത്തിയെ ഇല്ലായ്മ ചെയ്യാൻ, കുറവുകൾ അവർക്ക് ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു തആല മദ്ഹായി അവരെ കുറിച്ച് പറഞ്ഞത്. മയ്യുറായിന ആരുണ്ട് നമ്മെ അങ്ങനെ ശ്രദ്ധിക്കാൻ ആരുണ്ട്? അഹ്ലുബൈത്തിനിക്ക് അവർക്കുള്ള എല്ലാ ഐബുകളും കുറവുകളും വീക്ക്നെസ്സുകളും അള്ളാഹു തആല അവരിൽ നിന്ന് ദൂരീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. ذاك المراد والمفعول ليس له قط التخلف نعم القوم من فينا. ذاك المراد അല്ലാഹു അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ذاك المراد ആ ഉദ്ദേശം ഹുവൽ മഫ്ഊലു അത് തന്നെയാണ് നടക്കുക. ലൈസ ലഹു ഖത്തു التخلف ഒരിക്കലും അതിനിക്ക് ഒരിക്കലും അള്ളാഹു പറഞ്ഞ ആ വാഗ്ദാനം അങ്ങനെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം അതിന് പിന്മാറൽ ഉണ്ടാകില്ല, അതിന് മാറ്റമുണ്ടാകില്ല. നിഅമൽ ഖൗമു മൻ ഫീനാ നമ്മളിൽ ഉള്ള ഈ ഖൗമ്, ഈ വിഭാഗക്കാര്, അഹ്ലുബൈത്ത് നബി കുടുംബക്കാർ, ഔലിയാക്കള് അല്ലെങ്കിൽ പരമ്പരയിൽ വന്നവർ, എന്തർത്ഥം വച്ചാലും അവർ എത്ര നല്ലവർ. മംഫീനാ നമ്മുടെ കൂടെയുള്ള ഈ ഖൗമ് അഹ്ലുബൈത്ത് എത്ര നല്ലവർ. അലൻ നബി യശ്ഫഉ ലി ഇൻദ ജദ്ദികും യസ്അൽ ലി അല്ലാഹ അഫ്വൻ ബൽ യുവാലീനാ. അലൻ നബി ഓ നബി കുടുംബമേ, ഓ ഹസനി ഹുസൈനി പരമ്പരയിൽ വന്ന നബി കുടുംബമേ, ജീലാനി തങ്ങളടക്കം ഖാജ തങ്ങളടക്കം അങ്ങനെ വന്ന നബി കുടുംബമേ, മുത്തുനബിയുടെ റൂഹുമായി ബന്ധപ്പെട്ട കുടുംബത്തിൽ ബന്ധപ്പെട്ട മടവൂർ തങ്ങള് പോലെയുള്ള വടകര തങ്ങൾ പോലെയുള്ള ആലുൻ നബിയായ മഹാന്മാർ അവരെ വിളിക്കുന്നു ആലൻ നബി. ഓ നബി കുടുംബമേ, ആത്മീയാർത്ഥത്തിലുള്ള നബി കുടുംബവും അല്ലെങ്കിൽ ബാഹ്യാർത്ഥത്തിലുള്ള നബി കുടുംബവും രണ്ട് വിധത്തിലുമുള്ള നബി കുടുംബമേ, ഇശ്ഫഉലി നിങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണേ. ഇൻദ ജദ്ദികുമു നിങ്ങളുടെ വല്യുപ്പയുടെ അടുത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിളിക്കുമ്പോൾ ഇതിൽ ജീലാനി തങ്ങൾ അതിൽ പെടുന്നുണ്ട്, റിഫായി ശൈഖ് അതിൽ പെടുന്നുണ്ട്, മടവൂർ ശൈഖ് അതിൽ പെടുന്നുണ്ട്. അവരൊക്കെ വിളിച്ചിട്ടാണ് പറയുന്നത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അതിൽ പെടുന്നുണ്ട്.
നിങ്ങൾ വല്യുപ്പയുടെ അടുത്ത് എനിക്ക് ശഫാഅത്ത് ചെയ്യണേ. യസ്അലി അല്ലാഹു അഫ്വൻ, എന്നാൽ നിങ്ങളുടെ വല്യുപ്പ എനിക്ക് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി മാപ്പ് ചോദിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ശഫാഅത്ത് ചെയ്യണേ. ബല്യുവാലീന, എനിക്ക് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും ഞങ്ങളോട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും. ആ നബി ഞങ്ങളോട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും. അതിനായി നിങ്ങൾ എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണേ. ഫിദല്ലക്കും ഉസ്ബത്തുൽ അഅദാഇ ഹഖബിഹിം ലവാ ഫഖദ് ഖതലൂ ഔലാദ ഹദീന. ഫിദല്ലക്കും, നിങ്ങൾക്ക് ദണ്ഡമാണ്, നിങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്, ദണ്ഡമാണ്. ഉസ്ബത്തുൽ അഅദാഇ, ശത്രുക്കളുടെ വ്യൂഹം, ശത്രുക്കളുടെ സംഘം. ഹഖബിഹിം ലവാ, ശത്രുക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട പലരെയും വധിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ അവരുടെ വലിയ കുടുംബങ്ങളെ അവര് ശത്രുക്കള് വധിച്ചു കളഞ്ഞു. എത്രയോ ഔലിയാക്കളെ ശത്രുക്കൾ വധിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓ അഹ്ലു ബൈത്തെ, നിങ്ങൾക്ക് ദണ്ഡമാണ്. ഉസ്ബത്തുൽ അഅദാഇ, നിങ്ങളോട് ശത്രുത വെച്ച് നിങ്ങളെ വധിച്ചു കളഞ്ഞ ശത്രു സൈന്യം, ശത്രു സംഘം, അവരെ നരകത്തിലേക്ക് തള്ളും. നിങ്ങൾക്ക് അവർ ദണ്ഡമാണ്. ഹഖബിഹിം ലളാ, അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ നരകം, ലളാ എന്ന് പറഞ്ഞ നരകം, ആ നരകം അവരെ വലയം ചെയ്യുന്നതാണ്. കാരണം ഫഖദ് ഖതലൂ ഔലാദ ഹദീന, നമ്മുടെ ഹാദിയായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളെ അവര് കൊല ചെയ്തിരിക്കുന്നു.